ഹലോ, നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. കാശ്മീരി ചിക്കൻ കറി. ശരിക്കും ഇതൊരു വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും ഒരു ഇച്ചിരി മെനക്കേടാണ് കറി ഉണ്ടാക്കാനായിട്ട്. പക്ഷേ പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കുള്ളൂ. ഇപ്പം ഞാൻ ആ പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷം 1.5 കിലോ ഉണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള പീസസായിട്ടാണ് ഞാനത് മുറിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരുമാണ്. നാരങ്ങയുടെ കുരു അതിനകത്ത് പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു സമയമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 1-1.5 മണിക്കൂർ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഏറ്റവും മിനിമം ഒരു 1/4 മണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ. ഈ ഒരു കാശ്മീരി ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഓയിലും ഗീയും ഒക്കെ ഉണ്ടെങ്കിലേ അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഇപ്പോൾ പാനിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 3 ടേബിൾ സ്പൂൺ നെയ്യുമാണ്. നിങ്ങൾക്ക് ഇത്രയും നെയ്യുമൊന്നും താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണയുടെ അളവ് കുറയ്ക്കാവുന്നതേ ഉള്ളേ. ആ നെയ്യും എണ്ണയും കൂടെ ഒക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തോട്ട് 5 സവാളയുള്ളി ഒരുപാടങ്ങ് വലുതല്ലാതെ മുറിച്ചതും അത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണേ. ആ ഉള്ളി വഴറ്റുന്ന സമയം കൊണ്ട് തന്നെ 4 സാമാന്യം നല്ല വലിപ്പമുള്ള തക്കാളി ഒന്ന് മുറിച്ച് മിക്സി ജാറിലോട്ടിട്ട് ഇച്ചിരി പോലും വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഇച്ചിരി നന്നായിട്ട് മൂക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുന്നതും. പിന്നെ ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിലും ഇത്രയും തന്നെ എണ്ണയും ഗീയും ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. ഇത്രയുമൊക്കെ വഴറ്റി കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് ചേർക്കേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1.5 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റുമാണ് വേണ്ടത് കേട്ടോ. ഇത് രണ്ടും കൂടെ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെ വേണമെന്നില്ല, നന്നായിട്ട് അങ്ങ് ചതച്ചെടുത്താലും മതി കേട്ടോ. ഇപ്പം ഏതാണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് പരുവായിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണയും ഗീയും ഒക്കെ ഇച്ചിരി ഒന്ന് ലാഭിക്കാനായിട്ടുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാമേ. നിങ്ങൾ ഇതിനു വേണ്ടിയുള്ളതൊക്കെ അരിഞ്ഞു തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ നേരത്തെ അങ്ങ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്യണം. നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ്. അപ്പം ആദ്യം ആ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉള്ളി വഴറ്റി ഇഞ്ചി വെളുത്തുള്ളിയും വഴറ്റി എടുത്താൽ ഇത്രയും എണ്ണയുടെ ആവശ്യം വരത്തില്ല. ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് താമസിച്ചു. അതുകൊണ്ടാണ് ഇതിങ്ങനെ വഴറ്റിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വേറെ എണ്ണ എടുത്തത് കേട്ടോ. ഉള്ളി ഇതിൽ കൂടുതൽ മൂക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മൂപ്പായി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അടിച്ചു വെച്ചിരുന്ന തക്കാളിയും കൂടി ചേർത്ത് അതിൻ്റെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇപ്പം നമ്മുടെ തക്കാളിയുടെ വെള്ളമൊക്കെ പറ്റി തക്കാളിയുടെ പച്ചച്ചവയൊക്കെ മാറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് അതിനകത്തോട്ട് ചേർക്കാനുള്ളത് കുറച്ച് പൊടികളാണ്. കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂണും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയുമാണ് വേണ്ടത്. പൊടികൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് വേണം. എന്നിട്ട് ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാതെ ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചച്ചവ മാറ്റിയെടുക്കണേ. ഈ അരപ്പ് വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ ഒരു പാനിൽ ഒരു 1/4 കപ്പ് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഈ കാശ്മീരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് കടുകെണ്ണയാണ് വേണ്ടത്. പക്ഷേ നമുക്ക് കടുകെണ്ണയുടെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ എടുക്കാം. പക്ഷേ ഒരു കാശ്മീരി ചിക്കൻ ഫ്ലേവർ വരുമ്പം തീർച്ചയായിട്ടും വെളിച്ചെണ്ണയെക്കാട്ടി കൂടുതൽ നല്ലത് സൺഫ്ലവർ ഓയിൽ തന്നെയായിരിക്കും. ഇപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് ഈ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് അങ്ങ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഒരു 80% 70% വരെ കുക്കായാൽ മതിയേ. അതിൻ്റെ 2 ഭാഗവും തിരിച്ചു മറിച്ചു വിട്ട് ആ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കനൊക്കെ ഓവറായിട്ട് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ജ്യൂസി ടെക്സ്ചറൊക്കെ അങ്ങ് മാറിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ, അങ്ങ് റബ്ബർ പോലെയാവും. ഇപ്പം ദേ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ദേ നമ്മുടെ അരപ്പെല്ലാം വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 3/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ അത് ഈ അരപ്പൊന്ന് ലൂസാക്കുകയാണേ. ആ അരപ്പൊന്ന് ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും അതിനകത്തോട്ട് ഒരു 1-1.25 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം. പിന്നെ ഇതിനകത്ത് നമ്മൾ തേങ്ങാപ്പാലല്ല ഒഴിക്കുന്നത്, പശുമ്പാൽ ഒഴിച്ചാണ് നമ്മൾ ഈ കാശ്മീരി ചിക്കൻ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷേ തൈരും പശുവിൻ പാലുമാണ് ഇവിടെ കിട്ടുന്നത്. മിൽമയുടെ പാലാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് മിൽമയുടെ പാലാണ് കേട്ടോ.
ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഇച്ചിരി പോലും പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഒരു 1/4 കപ്പ് നന്നായിട്ട് ഉടച്ചു കൊടുത്തതാണ്. ഇനിയിപ്പോൾ അതിലോട്ട് 2 കപ്പ് പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് എണ്ണ തെളിഞ്ഞ് തുടങ്ങുമ്പോഴാണ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഉണ്ടല്ലോ, ആ ചിക്കൻ പീസസും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ടത്. ഇപ്പോൾ ദേ എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ചിക്കനും കൂടെ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ചിക്കന് ഒരു 80% വരെയല്ലേ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ, കുക്കായിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ബാക്കിയും കൂടെ ഒന്ന് കുക്കാവാനായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൻ്റെ താഴെ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ വീണ്ടും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/3 കപ്പ് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ എല്ലായിടത്തുമായിട്ടൊന്ന് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തുറക്കുമ്പോഴേക്കും നല്ല ഒരു മണമാണ് കേട്ടോ. അതുപോലെ ടേസ്റ്റുമാണേ. കുറച്ച് കഴിയുമ്പോഴേക്കും ഇച്ചിരി ഒന്ന് വറ്റി കഴിയുമ്പോഴേക്കും ഇതിന് വേറൊരു ലുക്കാണ് കേട്ടോ. നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തില്ലെങ്കിൽ ഇത് ശരിക്കും ഒരു നഷ്ടം തന്നെയാണ്. എല്ലാ പലഹാരങ്ങളുടെ കൂടെയും നല്ല ഒന്നാം തരം ഒരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്